ഈ കലോത്സവ വേദികളെല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് വളരെ യാദൃശ്ചികമായിട്ട് ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടത്. അനന്തു സുധീഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 27 വർഷമായിട്ട് തുടർച്ചയായി എല്ലാ കലോത്സവങ്ങൾക്കും എത്തുന്ന ഒരു പതിവാണ് അദ്ദേഹത്തിനുള്ളത്. അതുമാത്രമല്ല, വെറുതെ വന്ന് പോകുന്നതല്ല, എല്ലാ മത്സരങ്ങളിലും വിജയിച്ച, കലാതിലകം നേടിയ, A+ നേടിയ എല്ലാവരുടെയും പേര് വിവരങ്ങളും കാണാപ്പാഠമാണ് ഈ ചേട്ടൻ എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ശരിക്കും ഇത് 27ാമത്തെ കലോത്സവം. 27ാമത്തെ കലോത്സവം എറണാകുളത്ത് ആണ് ആദ്യമായിട്ട് കലോത്സവം കാണുന്നത്. എറണാകുളത്ത് ദർബാഹ ഗ്രൗണ്ടിലായിരുന്നു പ്രധാന വേദി. 97-ലാണ് ആദ്യമായിട്ട് ഈ കലോത്സവം. അതന്ന് പഠിക്കുന്ന സമയത്തൊക്കെ പത്രങ്ങളിൽ ഇങ്ങനെ ഗ്ലാമർ വാർത്തകളാണല്ലോ വരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേന് ഇത് എന്താണെന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ആദ്യമായിട്ട് വന്ന് കാണുന്നത്. അന്ന് ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന ഡപ്പാൻകുത്ത് ഭരതനാട്യം ഒന്നും അല്ല, ഇത്രയും ഗ്ലാമർ ഇനമാണ് കോമ്പറ്റീഷൻ മത്സര ഇനം എന്ന് അത് മനസ്സിലാക്കണത്. അങ്ങനെയാണത് കണ്ടു തുടങ്ങിയത്. പിന്നീട് അത് തുടർച്ചയായിട്ട് പിന്നെ ഓരോ പ്രാവശ്യവും കാണണം എന്നുള്ളൊരു ആഗ്രഹത്താൽ ഇപ്പോൾ 27ാമത്തെ കലോത്സവമാണ് തിരുവനന്തപുരത്ത് വന്ന് നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ ജയിച്ച ആളുകളുടെ അല്ലെങ്കിൽ A+ നേടിയവരുടെയൊക്കെ പേര് വിവരങ്ങൾ ഓർത്തു വയ്ക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് അതെങ്ങനെ പറ്റുന്നത്? അത് നമ്മളിപ്പോൾ 97-ൽ ആദ്യമായിട്ട് മത്സരം നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടല്ലോ ഇതിൽ ആർക്കാണ് പ്രൈസ് എന്നുള്ളത്. അപ്പോൾ പ്രൈസ് പ്രഖ്യാപിക്കുന്നത് ആദ്യ സമയത്തൊക്കെ പ്രൈസ് പ്രഖ്യാപിക്കുന്നത് കേൾക്കുക എന്നുള്ളതായിരുന്നു. പ്രൈസ് പ്രഖ്യാപിക്കുമ്പോൾ അത് കേട്ടിട്ട് ഞാനത് കുട്ടികളെ മനസ്സിലാക്കും, അഭിനന്ദിക്കേണ്ട കുട്ടികളെ ഞാൻ പോയി അഭിനന്ദിക്കും. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. പിന്നീട് ഞാൻ തന്നെ ഒരു പേപ്പറായിട്ടിരുന്നിട്ട് ഞാൻ തന്നെ കുട്ടികൾക്ക് എൻ്റെ കാഴ്ചപ്പാടിലെ കുട്ടികൾക്ക് ഞാൻ മാർക്കിടും. അവരുടെ കോഡ് നമ്പർ, അവരുടെ ഐറ്റം എഴുതിയിട്ട് ഞാൻ തന്നെ മാർക്കിടും. എന്നിട്ട് ജഡ്ജസിൻ്റെ മാർക്കുമായിട്ട് ഞാൻ നോക്കും എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയായിരുന്നു അത് വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ 97-ൽ MN പത്മിനി ആയിരുന്നു കലാതിലകം. MN പത്മിനി ഒരു 25 കുട്ടികളുടെ പേര് എനിക്ക് പറയാൻ പറ്റും. MN പത്മിനി, MN ദ്രൗപദി, കാശി ഭരദ്വാജ്, ഇന്ദു മോഹൻ, ധന്യ വേണുഗോപാൽ, രമ്യ രമണൻ, അമ്പിളി ദേവി, നവ്യ നായർ, ഐശ്വര്യ രാജ, മീര ശ്രീനാരായണൻ, വിജയിത വിജയ്, ഇങ്ങനെ കുറേ കുട്ടികൾ മത്സരത്തിൽ വന്ന് പ്രൈസ് വാങ്ങി ഓരോ വർഷവും പോയിട്ടുള്ള. അവർ ഏതൊക്കെ വർഷമാണ് വന്നത്, ഏതായിട്ടാണ് കളിച്ചത്, ഇതൊക്കെ എനിക്ക് കാണാൻ പാടാണ്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഈ ഒരു തുടർച്ചയായി വരുമ്പോഴേ ആദ്യത്തെ കാലഘട്ടത്തിലെ കലോത്സവങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് മാറ്റം ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ആദ്യ സമയം എന്ന് പറയുന്നത് കലാതിലകം കലാപ്രതിഭ പട്ടം ഉണ്ടായിരുന്നു. അതൊരു കലോത്സവത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഗ്ലാമർ പരിവേഷമായിരുന്നു. കുട്ടികൾക്ക് വന്ന് മത്സരിക്കാനും അവർക്ക് ഭാവിയിൽ സ്വപ്നം കാണാനും ഒക്കെ പറ്റുന്നൊരു കാര്യമായിരുന്നു തിലകം പ്രതിഭ പട്ടം. അത് 96-ലാണ് എടുത്തു കളയണത്. അത് എടുത്ത് കളഞ്ഞ ശേഷം ഇപ്പോൾ കലാതിലകവും കലാപ്രതിഭയൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും മത്സരിക്കുന്നു, A ഗ്രേഡ് കിട്ടുന്നു, B ഗ്രേഡ് കിട്ടുന്നു എന്നുള്ളതല്ലാതെ ഒരു മത്സരത്തിൻ്റെ ഒരു വീറും വാശി അന്നത്തെ ഇല്ല ഇന്ന്. പിന്നെ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് പക്കമേള ലൈവായിരുന്നു. പാട്ട് പാടാനും കൊട്ടാനും ഒക്കെ ഉള്ളൊരു ലൈവ് വന്നിരുന്ന് കൊട്ടിയിട്ട് വേണം ഇവർക്ക് കളിക്കാനായിട്ട്. അപ്പോൾ അത് ലൈവ് ചെയ്യുക എന്ന് പറയുന്നത് കച്ചേരി ചെയ്യാൻ പ്രാപ്തിയായ കുട്ടികളാണ്. ഇപ്പോഴത്തെ പോലെ ക്യാപ്സൽ രൂപത്തിലൊരു ഭരതനാട്യം ഒന്നും വന്ന് കളിക്കാൻ പറ്റില്ല. കച്ചേരി ചെയ്യാൻ പ്രാപ്തിയായ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ പക്കമേള ലൈവോടുകൂടി വേദിയിൽ മത്സരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അതില്ലാത്തതൊരു നിരാശ നമുക്കുണ്ട്. മാത്രമല്ല, അന്ന് കുറച്ചും കൂടി ഈ ജഡ്ജസ് ഒക്കെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അവർ മാർക്കിടുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അത് മാത്രമല്ല, ഇപ്പോഴൊക്കെ ഈ വലിയ രീതിയിൽ രക്ഷിതാക്കളാണെങ്കിലും അതിൽ ഇടപെടുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് അന്ന് മത്സരിക്കുന്ന കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ് എല്ലാവരും മത്സരിക്കുന്നത്. ഇപ്പോഴും നല്ല കുട്ടികളൊക്കെ തന്നെയാണ് മത്സരിക്കുന്നത്. എന്നാൽ തന്നെയും അന്ന് ജഡ്ജ്മെൻറ്റ് ഇത്ര വലിയ ആരോപണമൊന്നും ഇല്ലായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഏത് കുട്ടിയെ വിജയിപ്പിക്കണമെന്ന് മുൻകൂട്ടി തയ്യാറാക്കിയാണ് വരുന്നത്. ജില്ലാതലത്തിലും സബ് ജില്ലാതലത്തിലുമാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്, സ്കൂളുകളിലുമൊക്കെ. അപ്പോൾ ജില്ലാതലത്തിലൊക്കെ ഏത് കുട്ടി വരണമെന്ന് ഇവർ നേരത്തെ തന്നെ ഒരു മാഫിയ പോലെ പ്രവർത്തിക്കുകയാണ്. നേരത്തെ തന്നെ ഇവർ പ്ലാൻ ചെയ്ത് ഇവർ തന്നെ ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കിട്ടേണ്ട കുട്ടി ഫസ്റ്റ് ജില്ലയിൽ നിന്ന് കയറി വന്ന് സ്റ്റേറ്റ് കളിക്കേണ്ട കുട്ടികളൊക്കെ ഔട്ടാകുക. പല ജില്ലയിലും നിരാശ തോന്നും, നമുക്ക് സങ്കടം വരും. ഓരോ ജില്ലകളിൽ, ഞാനിപ്പോൾ ജില്ലയുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എന്നാലും നമുക്ക് എറണാകുളം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, കുറേ ജില്ലകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റേറ്റിൽ വന്ന് കഴിവ് തെളിയിച്ച കുട്ടികളെയൊക്കെ 5-6 സ്ഥാനത്തേക്ക് തള്ളിയിട്ടിട്ട് അതൊരു നിരാശ ഉണ്ടാക്കുന്നൊരു കാര്യം. ജഡ്ജ്മെൻറ്റ് വളരെ മോശമായ രീതിയിൽ പോകുന്നു. ഇപ്പോൾ ഇത്രയും കാലമില്ല, അപ്പോൾ ഏകദേശം 2010 മുതലുള്ള എവിടേക്കാണ് ഈ കലോത്സവം നടന്നു എന്ന് പെട്ടെന്ന് പറയാൻ പറ്റും? 2010 കോഴിക്കോടായിരുന്നു.
2011 ഞങ്ങളുടെ ജില്ല കോട്ടയത്തായിരുന്നു, 2012 തൃശ്ശൂരായിരുന്നു, 2013 മലപ്പുറത്തായിരുന്നു, 2014 പാലക്കാടായിരുന്നു, 2015 കോഴിക്കോടായിരുന്നു, 2016 തിരുവനന്തപുരത്തായിരുന്നു, 2017 കണ്ണൂരായിരുന്നു, 2018 തൃശ്ശൂരായിരുന്നു, 2019 ആലപ്പുഴയിലായിരുന്നു, 2020 കാസർഗോഡായിരുന്നു, 2021, 22 കൊറോണ ആയതുകൊണ്ട് കലോത്സവം ഇല്ലായിരുന്നു, 23 കോഴിക്കോടായിരുന്നു, 24 കൊല്ലത്തായിരുന്നു, 25 നമ്മൾ വീണ്ടും തിരുവനന്തപുരത്ത് നിൽക്കുന്നു. എന്തായാലും ഇനി അടുത്ത കൊല്ലവും ഇത്തരത്തിൽ കലോത്സവ വേദിയിലൊക്കെ എത്താൻ സാധിക്കട്ടെ എന്നുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും വലിയ ഒരു അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. പക്ഷേ വലിയ ഒരു കൗതുകം ഉണർത്തുന്ന കാര്യം തന്നെയാണ്. തുടർച്ചയായി 27 വർഷം ഈ കലോത്സവ നഗരിയിൽ എത്തുന്നു എന്നുള്ളത്. എന്തായാലും തുടർന്നും അദ്ദേഹത്തിന് എത്താൻ കഴിയട്ടെ എന്നുള്ളതാണ്. ക്യാമറമാൻ അമർജിത്തിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.